വിഷുപ്പുലരിയിൽ എൻ്റെ മനസ്സിൻ്റെ വിഷുക്കൈ നീട്ടമെന്നോണം ചിന്തകൾ ഞാൻ ഇക്കുറി നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നു. വിഷു സമ്മാനം കേട്ടോ. 2024 വർഷം മുമ്പേ പീലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപൻ്റെ മുൻപാകെ അവനെ കുരിശിക്കുക, യേശു എന്ന രക്ഷകനെ കുരിശിക്കുക എന്ന് ആർത്തു വിളിച്ച, ഇന്നും കാലത്തിൻ്റെ ശാപത്തിൽ നിന്നും രക്ഷപ്പെടാതെ അറബി ലോകത്തിൻ്റെ വാളിൻ്റെ മുനയ്ക്ക് തലവെച്ചിരിക്കുന്ന ഇസ്രായേൽ ജനം അന്ന് ഏറ്റു പറഞ്ഞു, അവനെ കുരിശിക്കുക, അവനെ കുരിശിക്കുക. ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ശപിക്കപ്പെട്ട മനസ്സുകൾ പറയുന്നു, മോദിയെ കുരിശിക്കുക, മോദിയെ കുരിശിക്കുക എന്ന്. ബർബാസിനെ വിട്ടുതരിക. പകൽ കൊള്ളക്കാരൻ, കടൽ കൊള്ളക്കാരൻ, ജയിലിൽ അടയ്ക്കപ്പെട്ട, കൊള്ളയും കൊലയും കൊള്ളിവാഴ്ചയും മാത്രം രാഷ്ട്രീയ ആയുധമാക്കിയ ബർബാസ് എന്ന് പറയുന്ന രാഷ്ട്രീയ തടവുകാരനെ ഞങ്ങൾക്ക് വിട്ടുതരിക. അവൻ ഞങ്ങളെ തുടർന്ന് ഭരിച്ചാൽ മതി, അവൻ്റെ കിറ്റ് മതി ഞങ്ങൾക്ക്. ബർബാസിനെ വിട്ടുതരിക, കോൺഗ്രസിനെ വിജയിപ്പിക്കുക, മോദി എന്ന ലോകരക്ഷകനെ, ലോക നേതാവിനെ കുരിശിക്കുക, കുരിശിക്കുക, കുരിശിക്കുക എന്ന്. എനിക്കിപ്പോഴിതാ കേൾക്കാൻ തോന്നുന്നത് ഇവരുടെ ഓരോ മുറവിളിയും. മോദിയെ കുരിശിക്കുക എന്ന് പറയുന്ന ശപിക്കപ്പെട്ട മനസ്സുകളെ, ശപിക്കപ്പെട്ട നാവുകളെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ കാരണം ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇന്ന് ശാപഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്നുമില്ല, വിത്തുമില്ല, നിറമറയുമില്ല, കൈക്കോട്ടുമില്ല, വിത്തും കൈക്കോട്ടും പാടുന്ന കിളിയുമില്ല. അതിനെ സാധൂകരിക്കുന്ന നമ്മുടെ റാന്നിക്കാരൻ വെച്ചൂച്ചിറക്കാരൻ തോമാച്ചൻ്റെ 2 അധ്യായങ്ങളുടെ ക്ലിപ്പിങ്സ് ഞാൻ ഇതിനോടുകൂടി അറ്റാച്ച് ചെയ്യുന്നു. അത് നിങ്ങൾ സമയം കിട്ടുക എന്ന് ഇലക്ഷന് മുമ്പേ ഒന്ന് കേൾക്കുകയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മനസ്സുകൾക്കൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഒരു വട്ടമെങ്കിലും ഒരു നന്മ നിങ്ങളുടെ മനസ്സിൻ്റെ ഗോഡൗണിലേക്ക് കഷ്ടകാലം വിട്ടുമാറാൻ കീറി പറ്റിയെങ്കിൽ കേരളം നന്നായി, കേരളം നന്നായി. കേരളം നന്നായില്ലെങ്കിൽ ഇന്ത്യക്കൊരു കോപ്പുമില്ല. ഇന്ത്യ സുന്ദരമായിട്ട് മോദിയുടെ കരകളിൽ സുരക്ഷമാണ്. പക്ഷേ കേരളത്തിൻ്റെ കാര്യം വൃഥാവിലാവുക. ഇവിടെ നമുക്ക് കിറ്റ് മതി, സമാധാനം വേണ്ട. ഇവിടെ ചോരപ്പുഴ ഒഴുക്കിയാലും എല്ലാ മാസവും കിറ്റ് മതി, ഇനി പെൻഷനും വേണ്ട, കിറ്റ് മാത്രം മതി. കിറ്റിന് വാ തുറന്നിരിക്കുന്ന ഇരപ്പാളികളെന്നൊന്നും ഞാൻ വിളിക്കത്തില്ല. എന്തായാലും ഭിക്ഷ കിട്ടി ഉണ്ണുന്ന മക്കളാ കേരളത്തിൻ്റേത് എന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. അധ്വാനം വേണ്ട, അധ്വാനിക്കാൻ തൊഴിൽ വേണ്ട, തൊഴിൽ കൊടുക്കുന്ന മുതലാളിയും വേണ്ട, വേതനവും വേണ്ട, നോക്കുകൂലി മതി. ഇവിടെ എന്നിവിടെ നോക്കുകൂലി വന്നോ അന്ന് ഈ നാട് ശപിക്കപ്പെട്ടതായി എന്ന് വിഷു ദിനത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ തോമാച്ചൻ്റെ എപ്പിസോഡ് നിങ്ങളുടെ വിചിന്തനത്തിനായി സമർപ്പിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ വിഷുക്കൈ നീട്ടം നിങ്ങൾ കാലുമുടക്കി തട്ടല്ലേ. മലബാറുകാരി ഇത്തിത്തായുടെ മത്തിപ്പീര, കൊല്ലം മത്തി മാങ്ങാപ്പൊളിയിട്ട് പീര പറ്റിക്കുന്നത് കാണാൻ 5 മില്യൺ വ്യൂവേഴ്സുള്ള യൂട്യൂബിൽ ഞാൻ ഇതും കേട്ടുക. 5 പേരൊത്താൽ പഞ്ചപാണ്ഡവന്മാർ രക്ഷപ്പെട്ടു. ദൈവമേ നിനക്ക് സ്തുതി.